ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമേനിയുടെ വിയോഗത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മകനും വൻ സ്വാധീനമുള്ള നേതാവുമായ മൊജ്തബ ഖമേനിയുടെ അപ്രത്യക്ഷമാകൽ ആഗോള രഹസ്യാന്വേഷണ ഏജൻസികളെ കടുത്ത അങ്കലാപ്പിലാക്കിയിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ സാധ്യമായ സൈനിക വിന്യാസങ്ങളെക്കുറിച്ചും തന്ത്രപരമായ നീക്കങ്ങളെക്കുറിച്ചും ആലോചനകൾ നടത്തുന്ന വേളയിലാണ് ലോകം ഉറ്റുനോക്കുന്ന ഈ അപ്രത്യക്ഷമാകൽ സംഭവിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസിയും ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയുമായ മൊസാദും മൊജ്തബ ഇപ്പോൾ എവിടെയാണെന്നും അദ്ദേഹത്തിന്റെ യഥാർത്ഥ അവസ്ഥ എന്താണെന്നും കണ്ടെത്താൻ സജീവമായ അന്വേഷണത്തിലാണ്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി പൊതുവേദികളിൽ നിന്നോ മാധ്യമങ്ങൾക്ക് മുന്നിലോ പ്രത്യക്ഷപ്പെടാതെ തികച്ചും രഹസ്യമായ ജീവിതം നയിക്കുകയാണ് മൊജ്തബ. ഇലക്ട്രോണിക് ഡിജിറ്റൽ വാർത്താവിനിമയ സംവിധാനങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് വളരെ കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങളാണ് അദ്ദേഹം പാലിക്കുന്നത്. ഫോണുകളോ ഇന്റർനെറ്റോ ഡിജിറ്റൽ സന്ദേശങ്ങളോ ഉപയോഗിക്കാത്ത ഈ തന്ത്രം കാരണം പാശ്ചാത്യ രാജ്യങ്ങളുടെയും ഇസ്രായേലിന്റെയും അത്യാധുനിക സൈബർ നിരീക്ഷണ സംവിധാനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ വിവരങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ ആഗോള രഹസ്യാന്വേഷണ ഏജൻസികൾ തങ്ങളുടെ നിരീക്ഷണ രീതികളിൽ തന്നെ വലിയൊരു പൊളിച്ചെഴുത്ത് നടത്താൻ നിർബന്ധിതരായിരിക്കുകയാണ്. സാങ്കേതിക വിദ്യയും ഡിജിറ്റൽ ഉപഗ്രഹ നിരീക്ഷണവും ഉപയോഗിച്ചുള്ള ചോർത്തലുകൾക്ക് പകരം നേരിട്ടുള്ള മനുഷ്യ വിഭവങ്ങളെ ആശ്രയിക്കുന്ന പരമ്പരാഗത രഹസ്യാന്വേഷണ രീതികളിലേക്ക് CIA-യും മൊസാദും തിരിഞ്ഞു കഴിഞ്ഞു. ഡിജിറ്റൽ ലോകത്ത് ഒരടയാളവും ശേഷിപ്പിക്കാതെ മറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടെത്താൻ ഈ രീതി മാത്രമാണ് ഏകമാർഗമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. മുൻ മൊസാദ് ഉദ്യോഗസ്ഥരെയും പ്രതിരോധ വിദഗ്ധരെയും ഉദ്ധരിച്ച് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മൊജ്തബയുമായി വിവരങ്ങൾ കൈമാറുന്ന വിശ്വസ്തരായ സന്ദേശവാഹകരെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. കൂടാതെ ഇറാന്റെ ഭരണകൂടത്തിനുള്ളിലോ അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങളിലോ ഉള്ള ആളുകളെ സ്വാധീനിച്ച് വിവരങ്ങൾ ചോർത്തുക എന്ന തന്ത്രവും രഹസ്യാന്വേഷണ ഏജൻസികൾ പയറ്റുന്നുണ്ട്. എന്നാൽ അതീവ സുരക്ഷാ വലയത്തിലുള്ള ഇറാന്റെ ആഭ്യന്തര ശൃംഖലയിലേക്ക് കടന്നു കയറുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആയത്തുള്ള അലി ഖമേനിയുടെ മരണശേഷം ഇറാന്റെ രാഷ്ട്രീയ സൈനിക ഭരണ നേതൃത്വത്തിൽ മൊജ്തബയ്ക്കുള്ള സ്വാധീനം വളരെ വലുതാണ്. ഔദ്യോഗികമായി പരമോന്നത പദവികൾ അലങ്കരിച്ചിട്ടില്ലെങ്കിലും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സുമായി അദ്ദേഹത്തിനുള്ള കടുത്ത ബന്ധം ഇറാന്റെ ഭരണചക്രത്തെ തിരിക്കാൻ അദ്ദേഹത്തെ പ്രാപ്തനാക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സാന്നിധ്യവും തീരുമാനങ്ങളും പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ അതിനിർണായകമാണ്. അമേരിക്കയിൽ ട്രംപിന്റെ രാഷ്ട്രീയ നീക്കങ്ങളും ഇറാനെതിരെയുള്ള യുദ്ധ സാധ്യതകളും സജീവ ചർച്ചയാകുന്ന ഈ സമയത്ത് മൊജ്തബയുടെ ഈ ഒളിവ് ജീവിതം ഒരു വലിയ പ്രതിരോധ തന്ത്രമായാണ് കാണപ്പെടുന്നത്. ഇസ്രായേൽ തുടർച്ചയായി നടത്തുന്ന ലക്ഷ്യമിട്ടുള്ള വധശിക്ഷകളിൽ നിന്നും ഡ്രോൺ ആക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ഇത്തരം ഒരു പൂർണ്ണ രഹസ്യ സ്വഭാവം അത്യാവശ്യമാണെന്ന് ഇറാനിയൻ സുരക്ഷാ വിഭാഗം കരുതുന്നു. തങ്ങളുടെ പ്രധാന നേതാക്കളെ ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കുക എന്നത് ടെഹ്റാന്റെ പ്രധാന മുൻഗണനയാണ്. അമേരിക്കൻ സാറ്റലൈറ്റുകൾക്കും ഇസ്രായേലിന്റെ പെഗാസസ് പോലെയുള്ള ഡിജിറ്റൽ ചാര സോഫ്റ്റ്വെയറുകൾക്കും പിടികൊടുക്കാതെ ഒരു വലിയ രാജ്യത്തിന്റെ നേതാവ് മാസങ്ങളോളം മറഞ്ഞിരിക്കുന്നത് പാശ്ചാത്യ ഇന്റലിജൻസ് ഏജൻസികൾക്ക് വലിയ തിരിച്ചടിയാണ്. സാങ്കേതിക വിദ്യയുടെ അതിപ്രസരമുള്ള ഈ കാലഘട്ടത്തിൽ അതിനെ പൂർണ്ണമായും നിരാകരിച്ചുകൊണ്ട് പഴയകാല സുരക്ഷാ രീതികളിലേക്ക് മടങ്ങിപ്പോവുക വഴി മൊജ്തബ ശത്രുക്കളുടെ ശൃംഖലയെ നിഷ്പ്രഭമാക്കിയിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള സംഘർഷങ്ങൾ കൊടുമ്പിരി കൊള്ളുന്ന സാഹചര്യത്തിൽ അടുത്ത പരമോന്നത നേതാവായി മൊജ്തബ നിയോഗിക്കപ്പെടുമോ എന്ന കാര്യത്തിലും വലിയ ജിജ്ഞാസ നിലനിൽക്കുന്നുണ്ട്. ഇറാന്റെ ഭരണഘടന അനുസരിച്ച് അസംബ്ലി ഓഫ് എക്സ്പേർട്സ് ആണ് പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കേണ്ടത്. എന്നാൽ മൊജ്തബയുടെ അപ്രത്യക്ഷമാകൽ ഈ രാഷ്ട്രീയ നീക്കങ്ങളെ ഏതു രീതിയിലാണ് സ്വാധീനിക്കുന്നത് എന്നതിൽ വ്യക്തതയില്ല. വാഷിംഗ്ടണിലെയും ടെൽ-അവീവിലെയും ഭരണാധികാരികളെ ഒരുപോലെ ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ് ഇറാന്റെ രഹസ്യ നീക്കങ്ങൾ. മൊജ്തബ എവിടെ നിന്നാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്നതിനെ കുറിച്ച് യാതൊരു വിവരവും ലഭിക്കാത്തത് ഇറാന്റെ ഭാവി സൈനിക പദ്ധതികൾ പ്രവചിക്കുന്നതിന് തിരിച്ചടിയാകുന്നു. റവല്യൂഷണറി ഗാർഡിന്റെ രഹസ്യ താവളങ്ങളിൽ നിന്നോ ഭൂഗർഭ ബങ്കറുകളിൽ നിന്നോ ആകാം അദ്ദേഹം പ്രവർത്തിക്കുന്നത് എന്നാണ് പൊതുവെയുള്ള അനുമാനം. ഇറാന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കർശനമായ സുരക്ഷാ മുൻകരുതലുകൾ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നത്. പ്രധാനപ്പെട്ട സൈനിക നേതാക്കളും ഭരണാധികാരികളും പൊതുവേദികളിൽ നിന്ന് അകന്നു നിൽക്കുകയും തന്ത്രപ്രധാന തീരുമാനങ്ങൾ അതീവ രഹസ്യമായി കൈക്കൊള്ളുകയും ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ ടെഹ്റാൻ പിന്തുടരുന്നത്. മൊജ്തബ ഖമേനിയെ കണ്ടെത്താനായി അമേരിക്കയും ഇസ്രായേലും തങ്ങളുടെ മുഴുവൻ ശൃംഖലകളെയും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അയൽ രാജ്യങ്ങളിലെ ചാര ശൃംഖലകൾ സജീവമാക്കിയും സാറ്റലൈറ്റ് ഇമേജറികൾ വഴി സംശയാസ്പദമായ വാഹന വ്യൂഹങ്ങളെ നിരീക്ഷിച്ചും അവർ വിവരങ്ങൾ ശേഖരിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഡിജിറ്റൽ സന്ദേശങ്ങളുടെ അഭാവം ഈ ശ്രമങ്ങളെയെല്ലാം പരാജയപ്പെടുത്തുകയാണ്. ഈ സംഭവം കാണിക്കുന്നത് ആധുനിക യുദ്ധമുറകളിലും ഡിജിറ്റൽ നിരീക്ഷണങ്ങൾക്ക് മുകളിലാണ് മനുഷ്യരുടെ ബുദ്ധിയും പരമ്പരാഗത രഹസ്യാന്വേഷണ തന്ത്രങ്ങളും എന്നാണ്. ശത്രുക്കളുടെ സാങ്കേതിക ശേഷിയെ കൃത്യമായി പഠിച്ച് അതിന് തടയിടാൻ ഇറാന്റെ സുരക്ഷാ വിഭാഗത്തിന് സാധിച്ചു എന്നത് നിഷേധിക്കാനാവാത്ത വസ്തുതയാണ്.
മൊജ്തബയുടെ അപ്രത്യക്ഷമാകൽ ഇറാനിലെ പൊതുജനങ്ങൾക്കിടയിലും വിവിധ തരത്തിലുള്ള അഭ്യൂഹങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഭരണകൂടത്തിൽ മാറ്റങ്ങൾ വരുന്നു എന്നതിന്റെ സൂചനയാണോ, അതോ ശത്രുക്കളെ നേരിടാൻ വലിയൊരു മാസ്റ്റർ പ്ലാൻ അണിയറയിൽ ഒരുങ്ങുകയാണോ എന്ന് ആഗോള രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നു. അമേരിക്കയിൽ ട്രംപിന്റെ നയങ്ങൾ ഇറാനുമേൽ കൂടുതൽ കടുത്ത ഉപരോധങ്ങളും സൈനിക ഭീഷണികളും അടിച്ചേൽപ്പിക്കാൻ സാധ്യതയുള്ളതിനാൽ ഇറാനും തങ്ങളുടെ കളിനിലങ്ങൾ മാറ്റുകയാണ്. മൊജ്തബയെ പോലൊരു പ്രബലനായ നേതാവ് നിഴലിൽ നിന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഇറാന്റെ പ്രതിരോധ തന്ത്രങ്ങൾക്ക് കൂടുതൽ കരുത്ത് പകരുന്നുണ്ട്. ഇസ്രയേലിന്റെ മൊസാദിന് ചരിത്രത്തിൽ പലതവണ കൃത്യമായ വിവരങ്ങൾ ലഭിച്ച് ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ഇത്തവണ മൊജ്തബ സൃഷ്ടിച്ച ഈ രഹസ്യവലയം തകർക്കാൻ അവർ പാടുപെടുകയാണ്. വിശ്വസ്തരായ സന്ദേശവാഹകരിലൂടെ മാത്രം കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോൾ വിവരം ചോരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഇറാഖ്, സിറിയ, ലെബനൻ തുടങ്ങിയ രാജ്യങ്ങളിലെ സഖ്യശക്തികളുമായി മൊജ്തബ എങ്ങനെയാണ് ആശയവിനിമയം നടത്തുന്നതെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. അത്യാധുനിക എൻക്രിപ്റ്റഡ് സംവിധാനങ്ങൾ പോലും ഒഴിവാക്കിക്കൊണ്ട് സുരക്ഷിതമായ മറ്റു മാർഗങ്ങളിലൂടെയായിരിക്കും ഈ ബന്ധങ്ങൾ നിലനിർത്തുന്നത് എന്നാണ് കരുതപ്പെടുന്നത്. വരും ദിവസങ്ങളിൽ ഈ നിഗൂഢത തുടരുകയാണെങ്കിൽ പശ്ചിമേഷ്യയിലെ സൈനിക സമവാക്യങ്ങൾ കൂടുതൽ വഷളാകാനാണ് സാധ്യത. നേതാവ് എവിടെയാണെന്നറിയാത്ത അവസ്ഥ ശത്രുപക്ഷത്ത് വലിയ ആകുലതയും ഭയവും ഉണ്ടാക്കുന്നുണ്ട്. ഏതൊരു നിമിഷവും അപ്രതീക്ഷിതമായ തിരിച്ചടികൾ ഉണ്ടായേക്കാമെന്ന ഭീതി വാഷിംഗ്ടണിനെയും ഉലയ്ക്കുന്നു. അലി ഖമേനിയുടെ വിയോഗത്തിന് ശേഷം മൊജ്തബ ഖമേനി സ്വീകരിച്ചിരിക്കുന്ന ഈ അപൂർവ ഒളിവ് ജീവിതം CIA-ക്കും മൊസാദിനും ഒരുപോലെ വലിയ സുരക്ഷാ വെല്ലുവിളിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സാങ്കേതിക വിദ്യയെ തോൽപ്പിക്കുന്ന ഈ രഹസ്യതന്ത്രത്തിലൂടെ പശ്ചിമേഷ്യൻ പ്രതിസന്ധിയിൽ സ്വന്തം മേൽക്കൈ ഉറപ്പിക്കാനാണ് ഇറാന്റെ ശ്രമം.